ഗൈസ്, അപ്പോൾ നമുക്കറിയാം ഇപ്പൊ അടുത്തായിട്ട് ഒരു അടിപൊളി നമ്മുടെ ബോച്ചേട്ടി എന്ന് പറയുന്ന ഒരു അടിപൊളി ലക്കി ഡ്രോ എന്റെ ഒരു സംഭവം ഇപ്പോൾ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ഇൻട്രോവേഴ്സിലേക്കാണ് വരുന്നത്. ആർക്കും ഇതിൽ സിമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്യാം, സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇനി ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഏറ്റവും ടോപ്പിൽ സൈൻ ആൻഡ് രജിസ്റ്റർ എന്ന് കാണാൻ കഴിയും. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ എന്നുള്ള ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി അക്കൗണ്ട് ഇല്ല ആളാണെങ്കിൽ ഇവിടെ സൈൻ എന്നുള്ള 2 കോളം കാണാൻ കഴിയും. അതിൽ ജസ്റ്റ് മൊബൈൽ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞ് സൈൻ ഇൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി അക്കൗണ്ട് ഇല്ല ആളാണെങ്കിൽ അവർക്ക് ഇതിൽ ലോഗിൻ ചെയ്യാം. ഇനി അതല്ല, ഇതിൽ പുതിയതായിട്ട് ഇതിൽ ചേരുന്ന ആളുകളാണെങ്കിൽ, പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, സൈൻ അപ്പ് എന്നുള്ള ഈ ഏറ്റവും താഴത്തെ ഈ ഒരു ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ജസ്റ്റ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ലോഡായിട്ട് വരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഗൈസ്, ഇവിടെ നിങ്ങൾക്ക് എൻ്റർ യുവർ ഫുൾ നെയിം, അതായത് നിങ്ങളുടെ പേര്, ഫുൾ ആയിട്ടുള്ള ഒരു പേര്, ആധാർ കാർഡിലൊക്കെ പോലത്തെ ഒരു പേര് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ തെറ്റാതെ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 6 അക്കം പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക. പാസ്വേഡ് മസ്റ്റായിട്ട് അക്കങ്ങൾ വേണം, അതേപോലെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വേണം, ആദ്യത്തേത് ക്യാപിറ്റൽ ലെറ്റർ വേണം. അതിനുശേഷം എൻ്റർ യുവർ ഇമെയിൽ ഐ ഡി എന്നുള്ള ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു ഇമെയിൽ ഐ ഡി നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ്, നിങ്ങളുടെ സ്റ്റേറ്റ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കേരള എന്ന് കൊടുക്കുക. ജസ്റ്റ് ഇവിടെ ആഡ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഇവിടെ 2 ഓപ്ഷൻ കാണാൻ കഴിയും. ഒന്ന് ആധാർ കാർഡ്, 2 പാൻ കാർഡ്. ഇവിടെ നിങ്ങളുടെ ആധാർ കാർഡ് എന്നുള്ള ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ആധാർ കാർഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടം. അതിനുശേഷം ഞാനിവിടെ ആധാർ കാർഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആധാർ കാർഡ് നമ്പർ ഇവിടെ ഈ ഒരു കള്ളിയിൽ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ടുള്ള ഈ കള്ളിയിൽ ആധാർ നമ്പർ കൊടുക്കുക. സിമ്പിളാണ്. സിമ്പിളായിട്ട് അത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും രജിസ്റ്റർ എന്നുള്ള ഈ റെഡ് കളർ, ജസ്റ്റ് അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ സക്സസ്ഫുള്ളി എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഓക്കെ ഗൈസ്, അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ലോഗിൻ ചെയ്ത് ഈ പേജിലേക്ക് വന്നിട്ട് എങ്ങനെയാണ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇനി അതിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അതിനുശേഷം ഗൈസ്, നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ് മറക്കാൻ പാടില്ല. പാസ്വേഡ് കൊടുത്തതിന് ശേഷം ബോച്ചേട്ടിയുടെ ഇങ്ങനെയുള്ള ഒരു ഭാഗത്തേക്കാണ് നിങ്ങൾ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് എൻ്റർ യുവർ ടിക്കറ്റ് നമ്പർ എന്നൊക്കെ കാണാൻ കഴിയും, ആഡ് ക്യാഷ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ബോച്ചേട്ടി പർച്ചേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡെയിലി നടക്കുന്ന ലക്കി ഡ്രോയിൽ എങ്ങനെയാണ് നമുക്ക് ഓൺലൈനായിട്ട് പങ്കെടുക്കേണ്ടതെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിനായിട്ട് ഇവിടെ മുകളിൽ കാണുന്ന ഏറ്റവും മുകളിൽ കാണുന്ന 3 ഇതിൽ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്റ്റ് എന്ന് കാണാൻ കഴിയും. ജസ്റ്റ് പ്രൊഡക്റ്റ് എന്നുള്ള ഭാഗത്ത് പോയിട്ട് ഇവിടെ ഒരു ടീ ബാഗിന് നമ്മൾ കൊടുക്കുന്നത് 40 രൂപയാണ്. ഇവിടെ നമുക്ക് എത്രയും ചെയ്യാം, 2, 3, 4 പ്ലസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതാക്കാം, മൈനസ് കൊടുക്കും. ഇവിടെ 1 മേടിക്കേണ്ടത്. അതിന് നേരെ ഇവിടെ റെഡ് കളറിലെ ബൈ നൗ എന്നതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് 40 രൂപ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. 40 രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് മേടിക്കാം. അതിനായിട്ട് സെലക്ട് പേയ്മെന്റ് എന്നുള്ള ഭാഗം നിങ്ങൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അതിൻ്റെ ഇവിടെ പേ വിത്ത് UPI, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് എന്നൊക്കെ കാണാം. അത് നിങ്ങൾ UPI എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്താൽ റീഡയറക്റ്റ് ആവുന്നതാണ്, മറ്റൊരു പേജിലേക്ക് നമ്മൾ പോകുന്നതാണ്. അവിടെ നിങ്ങൾ ഏറ്റവും താഴത്തുള്ള UPI എന്നുള്ള ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഈ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. UPI എന്ന് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഒരു QR കോഡിന്റെ ഒരു ഓപ്ഷനും വരും. അത് വന്നു കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് പോവുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക കേട്ടോ. ഈ ഫസ്റ്റ് കള്ളിയിൽ നിങ്ങളുടെ ഒരു പേര് കൊടുക്കുക, ഫുൾ പേര് തന്നെ കൊടുക്കുക. ആധാർ കാർഡ് ഇല്ല പോലത്തെ പേരൊക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഹൗസ് ഇനിഷ്യലി അല്ലെങ്കിൽ ഹൗസ് അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നിൽക്കുന്ന പോസ്റ്റ് കോഡ്, സിബ് കോഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ നാടിന്റെ, നിങ്ങൾക്ക് പോസ്റ്റിലൊക്കെ വരുന്ന ഒരു കോഡ് നമ്പർ അവിടെ കൊടുക്കുക. നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ സിറ്റിയുടെ, നിങ്ങളുടെ അടുത്തുള്ള ടൗണിലെ പോസ്റ്റ് കോഡ് അവിടെ ലഭിക്കും. അതിനുശേഷം നിങ്ങളുടെ സിറ്റി സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓൾറെഡി ഇന്ത്യ എന്ന് കാണാൻ കഴിയും. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കാണാൻ കഴിയും. ഇതെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, താഴോട്ട് പോരുക.
അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ജനറേറ്റ് QR കോഡ് എന്ന് കാണാൻ കഴിയും. ഈ ഒരു ഭാഗം ഇവിടെ ഒരു പച്ച കളർ കാണാൻ കഴിയും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലൊരു QR കോഡ് ഓപ്പൺ ആയിട്ട് വരും. ആ QR കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ Paytm ഏതിലേക്ക് വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ആക്കുക. നിങ്ങളുടെ ഫോണിലെ Paytm പേയ്മെന്റ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യും. അതിനുശേഷം അതിന്റെ മുകളിൽ കാണാൻ സ്കാൻ QR കോഡ് എന്നതിന്റെ ഭാഗം കാണാൻ കഴിയും. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ QR കോഡ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യാം. ജസ്റ്റ് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്താൽ നിങ്ങളുടെ ടിക്കറ്റ് ഇവിടെ പർച്ചേസ് ആയി നിങ്ങൾക്ക് ബോച്ചട്ടിയിലെ വിന്നർ ഡ്രോയിൽ നിങ്ങൾക്ക് അംഗത്വം എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഗെയ്സ്? അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.